CPIM കേന്ദ്ര കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ PB മുന്നോട്ട് വെച്ച പാനൽ ജയിച്ചു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ആ സൂചന വരുന്ന സമയമാണിപ്പോൾ. ദീപക് ധർമ്മടം മധുരയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ദീപക്, ഈ PB മുന്നോട്ട് വെച്ച പട്ടികയിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നാസിക്കിൽ നിന്നൊരു മുതിർന്ന നേതാവ്, CITU നേതാവ് DL കാരാട്ട് മത്സരിക്കുന്നു. ഈ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് PBയുടെ പാനൽ വിജയിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് വിശദാംശങ്ങൾ? വോട്ട് പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞോ? പാർട്ടി കോൺഗ്രസിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ പോകുന്നു. പാർട്ടിയിൽ നേരത്തെ നിശ്ചയിച്ചതിലപ്പുറത്തേക്ക് ഏതാണ്ട് 1.25 മണിക്കൂർ വൈകാൻ കാരണമായത് പെട്ടെന്ന് ഒരു വോട്ടെടുപ്പിലേക്ക് പോകേണ്ടി വന്നു. CC പാനൽ PB വെച്ചു. ആ PB മുന്നോട്ട് വെച്ച പാനലിനെതിരെ വോട്ടെടുപ്പ് നടന്നു. പക്ഷേ ആ വോട്ടെടുപ്പ് നടന്നെങ്കിലും PB മുന്നോട്ട് വെച്ച പാനൽ തന്നെ വിജയിച്ചു. ഒരാളാണ് വോട്ടെടുപ്പ് നടത്തിയത്. നേരത്തെ നമ്മൾ പറഞ്ഞു നാസിക്കിൽ നിന്നുള്ള പ്രതിനിധി. പക്ഷേ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മറ്റൊരു കാര്യം, ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണത്തിലേക്ക് കടന്നിരിക്കുന്നു. അതായത് പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ പാരമ്പര്യവും മറ്റു ഘടകങ്ങളും എല്ലാം വ്യക്തമാക്കുന്ന ക്രെഡൻഷ്യൽ റിപ്പോർട്ട്. അത് ഒരു പാർട്ടി സമ്മേളനത്തിൽ, പാർട്ടി കോൺഗ്രസിൽ ഏറ്റവും നിർണായകമായ കാര്യമാണ്. പാർട്ടി സമ്മേളനത്തിൻ്റെ അവസാന നടപടിക്രമങ്ങളിൽ ഒന്നാണ് ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം. അത് നടക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടി കോൺഗ്രസിൽ ഇല്ലാത്ത വോട്ടെടുപ്പ് പ്രക്രിയയിലേക്ക് ഈ മധുര പാർട്ടി കോൺഗ്രസ് പോയി. പക്ഷേ ഒരാൾ മാത്രമാണ്, നാമമാത്രമായ പ്രാതിനിധ്യത്തിൻ്റെ പേരിലുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അവർ പറഞ്ഞിരുന്നത് നേരത്തെ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ CCയിൽ ഇടം കിട്ടിയില്ല, അതുകൊണ്ട് മത്സരിച്ചു എന്നുള്ളതാണ്. UP, മഹാരാഷ്ട്ര ഘടകങ്ങളാണ് ഇത്തരത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ എന്നാൽ PB സംസ്ഥാനത്ത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ. അതുപോലെ തന്നെ ബംഗാളിൽ നിന്നും കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ച പാനൽ പരിപൂർണമായ വിജയം നേടുകയും അതിനുശേഷം ആ നടപടിക്രമം, വോട്ടെടുപ്പ് നടപടി പൂർത്തിയാക്കി ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണത്തിലേക്ക് കടക്കുകയും ചെയ്തു. സുഹൈൽ, DD, നേരത്തെ ഈ മത്സരിച്ച പ്രതിനിധി പറഞ്ഞതുപോലെ അത് വിജയിക്കാനോ അല്ലെങ്കിൽ വിജയം ഉറപ്പിക്കാനുള്ള മത്സരമായിരുന്നില്ല. മറിച്ച് CITU അടക്കം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള നേതാക്കൾക്ക് വലിയ പ്രാതിനിധ്യം കേന്ദ്ര കമ്മിറ്റിയിൽ കിട്ടിയില്ല എന്നൊരു വിമർശനം അദ്ദേഹം ഉയർത്തി. ഈ വിമർശനം മറ്റു ഘടകങ്ങൾക്കുണ്ടോ? നേരത്തെ ഉത്തർപ്രദേശും സമാനമായ രീതിയിൽ ഒരു വിയോജിപ്പ് അറിയിച്ചതായി മനസ്സിലാക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? UP ഘടകമാണ് യഥാർത്ഥത്തിൽ ആദ്യം തന്നെ CC പാനൽ വെച്ചപ്പോൾ ഇതിൽ കൃത്യമായ പരിഗണന, അതായത് സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ടുള്ള പരിഗണനയില്ല എന്ന ആക്ഷേപം ഉയർത്തുന്നത്. UP സംസ്ഥാന സെക്രട്ടറി തന്നെ അത്തരത്തിൽ UP ഘടകം തന്നെ അത് മുന്നോട്ട് വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ CC ആദ്യം കൂടിയ സമയത്തും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തുടക്കം ഇന്നലെ ചേർന്ന PBയിൽ തന്നെ അശോക് ധവള ചില കാര്യങ്ങളിൽ വിയോജിപ്പുകൾ രേഖപ്പെടുത്തി. പക്ഷേ അത് പ്രകാശ് കാരാട്ട് ഇടപെട്ടുകൊണ്ട് അത് കൃത്യമായി അതിൻ്റെ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ്, പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ എന്നാൽ ഇന്ന് പോളിറ്റ് ബ്യൂറോ ചേർന്ന് CC പാനൽ തയ്യാറാക്കുന്നു. ആ പാനൽ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ വോട്ടെടുപ്പ് വേണം എന്ന്, അതിൽ കൂട്ടിച്ചേർക്കൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അത് പ്രസിഡിയം സമ്മതിക്കുന്നില്ല. അതിനുശേഷം വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നു. ആ ഘട്ടത്തിലാണ് മാണിക് സർക്കാർ പാർട്ടി ഭരണഘടനയിൽ തന്നെ വോട്ടെടുപ്പ് അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതിന് തയ്യാറാവുകയും ചെയ്തത്. സുഹേൽ, ശരി, ഇപ്പോൾ ബൽറാം നെടുങ്ങാടി കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. ബൽറാം, നേരത്തെ മത്സരിച്ച പ്രതിനിധി പറഞ്ഞതുപോലെ ഇതൊരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്, മത്സരിക്കാനുള്ള അവകാശമുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഈ അടുത്തൊന്നും കാണാത്ത രീതിയിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലുള്ള വിയോജിപ്പായിരുന്നു, അതോ മഹാരാഷ്ട്ര ഘടകത്തിൻ്റെ ഒരു വിയോജിപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങാനിടയാക്കിയത്? ഈ തെരഞ്ഞെടുപ്പ് നടന്നത് അത്തരത്തിലൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായല്ല എന്നാണ് DL കാരാട്ട് ഇതിനുശേഷം പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും മടങ്ങുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ നിലവിൽ പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ച ഈ CC അംഗങ്ങളുടെ, പുതിയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പട്ടികയിൽ ഉത്തർപ്രദേശ് ഘടകമാണ് അതൃപ്തി രേഖപ്പെടുത്തിയത്. പ്രത്യേകിച്ച് വർഗ ബഹുജന സംഘടനകളിൽ നിന്നും അർഹരായ ആളുകൾക്ക്, അനുഭവപരിചയമുള്ള നേതാക്കൾക്ക് പ്രാതിനിധ്യം ലഭിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുകയും അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് നടത്തണം എന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. തുടർന്ന് അവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി എന്നുള്ളത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മഹാരാഷ്ട്ര CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ DL കാരാട്ടിന്റെ പേരാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം മത്സരത്തിന് സമ്മതം മൂളിയതോടെ മത്സരത്തിന് വഴിയൊരുങ്ങുകയായിരുന്നു. വോട്ടെടുപ്പ് നടന്നു, രഹസ്യ ബാലറ്റിലൂടെ വോട്ടെടുപ്പ് നടന്നു. വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അദ്ദേഹം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിൽ സ്വാഭാവികമായും മഹാരാഷ്ട്രയിൽ നിന്നുള്ള അശോക് ധാവളയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഉയർന്നു വന്നതാണ്. അതിന് ഭൂരിപക്ഷ അംഗീകാരം ലഭിച്ചില്ല. കേരള ഘടകത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നില്ല. പശ്ചിമ ബംഗാൾ ഘടകമാകട്ടെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലപാട് എടുത്തു. ഇത് ആ ഒരു തീരുമാനം, ആ ഒരു ആവശ്യം നടപ്പാക്കാത്തതിന് തൊട്ടു പിന്നാലെ പാർട്ടി കോൺഗ്രസിൽ വെച്ച് കേന്ദ്ര കമ്മിറ്റിയുടെ പുതിയ പട്ടികയ്ക്കെതിരെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു നേതാവിനെ തന്നെ മുൻനിർത്തി ഉത്തർപ്രദേശ് രംഗത്തെത്തി എന്നുള്ള
എന്നുള്ളത്. സ്വാഭാവികമായും ഇതൊരു പ്രതിഷേധത്തിൻ്റെ സ്വഭാവം, ഇതിന് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ മത്സരത്തിൻ്റെ ഫലം എന്തായാലും അത് പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്നും പാർട്ടിയുടെ ജനാധിപത്യ മര്യാദകൾ അനുസരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു മത്സരത്തിന് താൻ തയ്യാറായത് എന്നും ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ഈ വോട്ടെടുപ്പ് നടന്നത്. ഇതിന് യാതൊരു തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ സ്വഭാവവുമില്ല എന്നും ജനറൽ സെക്രട്ടറിയായി ആരെത്തിയാലും പാർട്ടിയുടെ തീരുമാനം, പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം പൂർണ്ണമായും താൻ അംഗീകരിച്ച് മുന്നോട്ട് പോകും എന്നും സജീവ പ്രവർത്തകനായി പാർട്ടിക്ക് വിധേയനായി ഉണ്ടാകും എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അപൂർവമായ അസാധാരണമായ ഒരു മത്സരത്തിന് സമീപകാലത്താണ് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു മത്സരം കേന്ദ്ര കമ്മിറ്റിയുടെ പുതിയ പട്ടികയ്ക്കെതിരെ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം 24-ാം പാർട്ടി കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് മറ്റ് പൊട്ടിത്തെറികളോ അല്ലെങ്കിൽ അതിന് പ്രതിഷേധത്തിൻ്റെ സ്വഭാവമോ ഇല്ല എന്ന് തന്നെ ഈ മത്സരിച്ച ഡി എൽ കരട് തന്നെ വ്യക്തമാക്കുന്നു. അദ്ദേഹം പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. നേരത്തെ തന്നെ നിശ്ചയിച്ച യാത്രയാണ്. അദ്ദേഹത്തിന് 4 മണിക്കാണ് അദ്ദേഹത്തിന് മധുരയിൽ നിന്നും വിമാനം കയറേണ്ടത് മഹാരാഷ്ട്രയിലേക്ക്. അതിനാലാണ് താൻ മടങ്ങുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്തായാലും മടങ്ങിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റ് അംഗങ്ങൾ ഇവിടെ തന്നെ തുടരുകയാണ്. ഈ പാർട്ടി കോൺഗ്രസിൻ്റെ അവസാന നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. പുതിയ പോളിറ്റ് ബ്യൂറോ, പുതിയ ജനറൽ സെക്രട്ടറി എന്നിവരുടെ ഔപചാരികമായ പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. ആ നടപടി അവസാനഘട്ട നടപടികളാണ് പാർട്ടി കോൺഗ്രസിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി കോൺഗ്രസിൻ്റെ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോയിൽ കേന്ദ്ര കമ്മിറ്റിയുടെ പുതിയ പാനൽ വിജയിച്ചിരിക്കുന്നു. 30 പുതിയ അംഗങ്ങൾ പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കി സമർപ്പിച്ച 30 പേരുടെ പട്ടിക ഇതോടുകൂടി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 3 പേർ, TP രാമകൃഷ്ണൻ, ഒപ്പം തന്നെ പുത്തലത്ത് ദിനേശൻ, സലീഖ എന്നീ 3 പേരുകൾ ഉൾപ്പെടെ 30 പേരാണ് പുതിയതായി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. യുവാക്കൾക്ക് ഇത്തവണ പ്രാതിനിധ്യം കൂടുതലായി ലഭിച്ചിരിക്കുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇനി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ നേരത്തെയുള്ള ധാരണയനുസരിച്ചുള്ള ഔപചാരിക പ്രഖ്യാപനമാണ് ഇനി വരാനിരിക്കുന്നത്. ഇനിയൊരു തലമുറ മാറ്റം തന്നെ PBയിലടക്കം വരുന്നു. നേരത്തെ RL കരാട് പറഞ്ഞതുപോലെ ഒരു പ്രതിഷേധത്തിന്റെ സൂചികയല്ലെങ്കിലും പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യമുണ്ടെന്ന് തോന്നിപ്പിക്കും വിധം, അല്ലെങ്കിൽ അങ്ങനെ അതിനൊരു അവസരം കൂടി ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന വിധമായിരുന്നു DL കരാട് നേരത്തെ സംസാരിച്ചത്. ഈ താഴെത്തട്ടിൽ നേതാക്കളെ അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായെന്ന ചോദ്യത്തിനടക്കം അത്തരത്തിലൊരു ശ്രമവും ഉണ്ടായിട്ടില്ലെന്നും അങ്ങനെ ഒരു വിയോജിപ്പിന്റെ പുറത്തല്ലെന്നും മറിച്ച് പ്രാതിനിധ്യത്തിന് അർഹതയുണ്ടെന്നുകൊണ്ടാണ് താൻ മത്സരിച്ചെന്നും DL കരാട് പറഞ്ഞു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിനും കാത്തു നിന്നിട്ടില്ല. 4 മണിക്കേക്കാണ് അദ്ദേഹത്തിന്റെ വിമാനം. അതിനു മുമ്പ് തന്നെ പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വിയോജിപ്പിന്റെ സ്വരം, പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം, ഇതെല്ലാമാണ് തെരഞ്ഞെടുപ്പിലേക്ക് വഴി നയിച്ചത്. എന്നാലും തെരഞ്ഞെടുപ്പിൽ PB മുന്നോട്ട് വെച്ച ഔദ്യോഗിക പാനൽ തന്നെ വിജയിച്ചിരിക്കുന്നു. DL കരാട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ഈ അടുത്ത കാലത്തൊന്നും പാർട്ടി കോൺഗ്രസ് ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് PB മുന്നോട്ട് വെച്ച പാനലിനെതിരെ ഒരു മത്സരം നടക്കുന്നു എന്ന ഒരു അസാധാരണത്വം മധുരയിലെ പാർട്ടി കോൺഗ്രസ് ഉണ്ടാകുന്നു.